This news is sponsored by നിങ്ങൾക്ക് കലർപ്പില്ലാത്ത ഫുഡ് കഴിക്കണോ? വരൂ അഷ്ടമിച്ചിറ അൽബുസ്ഥാനിലേക്ക്. കാടുകുറ്റി ഗ്രാമപഞ്ചായത്തിൽ വാർദ്ധക്യ പെൻഷന് പകരം 16 വർഷം MP തോമസ് എന്നയാൾ കൈപ്പറ്റിയത് വിധവാ പെൻഷൻ. വിധവാ പെൻഷൻ ആണുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നിലപാട് ഉണ്ടായി. അത് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അതായത് MP തോമസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ വിധവാ പെൻഷൻ 13 വർഷമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, സെക്രട്ടറി മുതൽ മെമ്പർമാർ മുതൽ അങ്ങനെ അത് രേഖപ്പെടുത്തേണ്ടവരെ പറ്റിയ ഒരു അബദ്ധമാണ്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാടുകുറ്റി പഞ്ചായത്തിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത് സേവ്യർ ഇലഞ്ഞിക്കൽ എന്ന് പറയുന്ന പൊതുപ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ ജോയി മാതിരപ്പള്ളി എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ. നമസ്കാരം. എന്താണ് ഈ ഒരു വിഷയം? എങ്ങനെയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഒരു പുറത്താവാനുള്ള കാരണം? അതായത് നാട്ടിൽ വിധവൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സമ്പ്രദായം ഇല്ല. വിധവ എന്ന് മാത്രമാണ് നമ്മൾ കേട്ടേക്കണം. പണ്ട് ആളുകൾ ചോദിക്കും പുല്ലിംഗം സ്ത്രീലിംഗം എന്നല്ലേ, ഗർഭണൻ ഗർഭിണി എന്നൊക്കെ പറയുന്ന പോലെ വിധവൻ എന്നൊരു സമ്പ്രദായം ഇല്ലേ, ഇതുവരെ ഇല്ലേ. പക്ഷെ ഈ കാടുകുറ്റി പഞ്ചായത്ത് വിധവൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു പെൻഷൻ സമ്പ്രദായം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക? 2008 ഈ വിധവന്, നിങ്ങൾ പറഞ്ഞ വിധവന് പെൻഷൻ കൊടുത്തു തുടങ്ങി. ഈ വിധവൻ ഇന്നലെ അഷ്ടമിചരയുള്ള നമ്മുടെ ഒരു സ്നേഹിതന്റെ അക്ഷയയിൽ ഒരു കോമൺ സർവീസ് സെന്ററിൽ എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു വന്നു. അപ്പൊ നിലവിൽ കിട്ടുന്നുണ്ടായില്ല? അല്ല, ആൾ കുറച്ച് ദിവസം കിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഓൾറെഡി ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ആളുടെ സ്റ്റാറ്റസിലൊക്കെ ഓക്കെയാണ്. ശരി. ഈ ഗവൺമെന്റ് കൊടുക്കാത്ത കാലതാമസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സമയങ്ങളിലും ആൾ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ സേവന എന്നൊരു പോർട്ടലുണ്ട്, ഗവൺമെന്റ് തന്നെ, കേരള ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തതാണ്. ജനങ്ങൾക്ക് ആർക്ക് കയറി നോക്കാവുന്ന ഒരു സംവിധാനമാണ്. രാഷ്ട്രീയക്കാർക്കും സാധാരണക്കാരും നോക്കാം സേവന എന്ന പോർട്ടലിലൂടെ. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ ആളുടെ പെൻഷൻ ID അടിക്കുക, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അടിക്കുക, അല്ലെങ്കിൽ ആധാർ കാർഡ് അടിക്കുക, ആധാർ കാർഡ് നമ്പർ അടിക്കുക. അത് അടിച്ചു കഴിഞ്ഞാൽ ആളുടെ ഫുൾ ഡീറ്റെയിൽ വരും. എന്നിട്ടാണ് ആ പെൻഷൻ കിട്ടിയ, എന്താണ് പെൻഷൻ അപേക്ഷ കൊടുത്ത് അപ്രൂവലായ എന്നൊക്കെ ഇപ്പോൾ ആൾ മസ്റ്ററിങ് ചെയ്തിട്ടുണ്ടോ, എല്ലാ കാര്യങ്ങളും വരും. കാലാകാലങ്ങളിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യണല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഗവൺമെന്റ് സംവിധാനം അനുസരിച്ച്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന്റെ ആധാർ നമ്പർ അടിച്ച് കയറി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടുന്നത് വിധവ പെൻഷനാണ്. അത് 2008 അപ്രൂവലായതാണ്. ഇത് ആർക്ക് പറ്റിയ പിഴവാണ്? പെൻഷനുള്ള അപേക്ഷ പഞ്ചായത്തിൽ കൊടുത്താൽ പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ അങ്ങോട്ട് നിരവധി പേർ വായിച്ചു നോക്കിയും സാക്ഷ്യപ്പെടുത്തിയതിനു ശേഷവുമേ ആ അപേക്ഷ സ്വീകരിക്കൂ. എന്നാൽ 2008 മുതൽ 2024 വരെ ഏകദേശം 16 വർഷം വിധവാ പെൻഷൻ എന്ന പേരിലാണ് തോമസ് പെൻഷൻ വാങ്ങിയത്. അദ്ദേഹം വാർദ്ധക്യ പെൻഷന് അർഹനാണ്. ഇനി ഈ ഒരൊറ്റ കാര്യം പുറത്തു വന്നതുകൊണ്ട് ആ പാവപ്പെട്ടവന്റെ പെൻഷൻ മുടങ്ങരുത്. കാരണം ഇന്നലെ വരെ ആർക്ക് വേണമെങ്കിലും പെൻഷൻ നൽകുന്ന സൈറ്റിൽ കയറി നോക്കിയാൽ കാണുവാൻ പറ്റുന്ന ആ പേര് വിവരങ്ങൾ ഇന്ന് രാവിലെ മുതൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ആരും കാണാതിരിക്കാൻ ഹൈഡ് ചെയ്തിരിക്കുന്നു. 2008 അപേക്ഷ കൊടുത്തതാണ്. ഈ 2008 ഓൺലൈൻ സംവിധാനങ്ങൾ വന്നിട്ടില്ല. അപ്പൊ അന്ന് പേപ്പർ എഴുതി അപേക്ഷ ഫോം എഴുതി കൊടുത്തിട്ടാണ്. അപ്പൊ ഈ വാർഡ് തലത്തിൽ നിന്ന് വാർഡ് മെമ്പർമാർ വഴിയാണ് വരാം. വാർഡ് മെമ്പർമാർ പഞ്ചായത്തിൽ കൊടുക്കും, പഞ്ചായത്തിന്റെ ക്ലർക്കിന്റെ എത്തും, ക്ലർക്ക് അത് വെരിഫൈ ചെയ്യും. അതിനുശേഷം പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു 10 വാർഡ് മെമ്പർമാരുണ്ടെങ്കിൽ അതിൽ തെരഞ്ഞെടുക്കുന്ന വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ട്. അതിൽ വായിക്കും ഇന്ന വാർഡിൽ 3-ാം വാർഡിൽ, അല്ലെങ്കിൽ എൻ്റെ വാർഡ് 6-ാം വാർഡാണ്, 6-ാം വാർഡിൽ ജോയി മാതിരപ്പള്ളി വിധവ പെൻഷൻ അനുവദിച്ചു എന്ന് വായിക്കും. അപ്പൊ അവിടെ ഇരിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ ഇരിപ്പുണ്ട്. അപ്പൊ അവരെന്തുകൊണ്ട് പറഞ്ഞില്ല, അതൊരു വീഴ്ച. അതിനുശേഷം 3-4 ഉദ്യോഗസ്ഥരെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് അവസാനം പഞ്ചായത്ത് സെക്രട്ടറി അപ്രൂവൽ ചെയ്യണം. അപ്പൊ ഒരു പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം 5-8 നോക്കി കഴിഞ്ഞിട്ടുള്ളതാണ്. അവരൊക്കെ നോക്കി കഴിഞ്ഞല്ലോ. പിന്നെ ലാസ്റ്റ് ഒരു സിഗ്നേച്ചർ മാത്രം മതി, അപ്രൂവൽ മാത്രം മതി സെക്രട്ടറി ഇത് വായിച്ചു നോക്കേണ്ട ഒരു അവസ്ഥ. പിന്നെ അതിന് പുറമെ കാലാകാലങ്ങളിൽ വരുന്ന മസ്റ്ററിങ്, ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ഓരോ മസ്റ്ററിങ്. ഈ വ്യക്തി മരിച്ചിട്ടില്ല, ഈ വിധവ വീണ്ടും കല്യാണം കഴിച്ചിട്ടില്ല, വിധവൻ സോറി അല്ല, ഞാൻ പറയുമ്പോൾ വിധവ എന്ന് പറയും. കാരണം പറയാൻ കാരണം പറയാം, ഞാൻ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ പല പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിമാരെ വിളിച്ചു. അതിൽ ആയകൂടി എടുത്തത് കാടുകുറ്റി പഞ്ചായത്തിലെ സെക്രട്ടറിയാണ് ഫോൺ എടുത്തത്. അതിനെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അദ്ദേഹം തിരിച്ചു വിളിക്കുകയും ചെയ്തു, ഞങ്ങൾക്ക് തെറ്റുപറ്റിയുണ്ട്, ഞങ്ങൾ കറക്റ്റ് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം അന്ന് സത്യത്തിൽ നിങ്ങൾക്ക് നൽകിയ അപേക്ഷ വിധവാ പെൻഷന് വേണ്ടിയാണോ? അങ്ങനെ ഒരിക്കലും ആയിരിക്കില്ല. എങ്കിലും തോമസിന് ലഭിച്ചത് വിധവകൾക്കുള്ള പെൻഷൻ എന്ന പേരിൽ. ഇത് ഒരു ചെറിയ വാർത്തയായി കാണുന്നവരുണ്ടാകാം. അവരോടായി പറയുന്നു,
നമ്മുടെ വീട്ടിലെ ഒരാൾ മരിച്ചു എന്ന് ഏതെങ്കിലും രേഖയിൽ ഇതുപോലെ വന്നാൽ എന്താണ് സംഭവിക്കുക? അങ്ങനെയൊരു അനർത്ഥം സംഭവിക്കരുത്. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഈ വാർത്ത ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. ചെയ്യുന്ന ജോലിയോടുള്ള ഉത്തരവാദിത്തക്കുറവാണ് ഇത്തരം മണ്ടത്തരങ്ങൾ പിന്നീട് പുറത്തുവരുന്നത്. അത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. വർഷാവർഷം മസ്റ്ററിംഗ് നടന്നപ്പോൾ പോലും ഈ തെറ്റ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പഞ്ചായത്തിൽ ഈ അപേക്ഷ വായിച്ച് സ്ഥിരീകരിച്ചപ്പോഴും ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്നതാണ് വാസ്തവം. ഈ തെറ്റ് അപ്പോഴൊന്നും സംഭവിച്ചതാവാൻ വഴിയുമില്ല. എന്നാൽ ഈ തെറ്റ് സംഭവിച്ചു. അത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല. എന്തായാലും കാടുകുറ്റി പഞ്ചായത്ത് ഏകദേശം 16 വർഷം വിധവാ പെൻഷൻ എന്ന പേരിൽ പെൻഷൻ നൽകിയത് ഒരു ആണിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇതുവരെ കേരളത്തിൽ പുരുഷന്മാർക്ക് വിധവാ പെൻഷൻ നൽകിയ ചരിത്രം ഉണ്ടായിട്ടില്ല. പറയാനുള്ളത് ഒന്നു മാത്രം: ഇനിയും തെറ്റ് പറ്റാതിരിക്കുക. മരിച്ചവർ രേഖകളിൽ ജീവിച്ചിരിക്കുന്നുവെന്നും പറയാതിരിക്കാനും ശ്രദ്ധ ചെലുത്തുക. അപ്പോൾ പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. കാടുകുറ്റി പഞ്ചായത്തിനോടാണ് പറയാനുള്ളത്. വിധവകൾക്കാണ് നമ്മൾ പെൻഷൻ കൊടുക്കേണ്ടത്, അല്ലാതെ വിധവൻ എന്നൊരു സമ്പ്രദായമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അൽ ബുസ്താൻ ഫാമിലി റെസ്റ്റോറന്റ് രുചിയുടെ പെരുമഴ തീർത്തുകൊണ്ട് അഷ്ടമിച്ചിറയിലും. നിങ്ങൾക്ക് കലർപ്പില്ലാത്ത ഫുഡ് കഴിക്കണോ? വരൂ അഷ്ടമിച്ചിറ അൽ ബുസ്താനിലേക്ക്. ഉപഭോക്താക്കളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മലയാളിക്ക് പുതിയൊരു ഭക്ഷണാനുഭൂതി പകർന്നുകൊണ്ട് പുത്തൻ ഭക്ഷണ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. വെജിറ്റേറിയൻ, നോൺ വെജ്, അറേബ്യൻ ഭക്ഷണങ്ങളുടെ ഒരു കലവറ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായി തുറക്കുന്നു. അൽ ബുസ്താൻ സ്പെഷ്യൽ ഐറ്റംസ്: മിക്സ് ഷവർമ, ബീഫ് ആൻഡ് ചിക്കൻ മെക്സിക്കൻ ഷവർമ, അൽഫാം, ഡ്രാഗൺ അൽഫാം, ബട്ടർ അൽഫാം, വിവിധ ഇനം ചായകൾ, ജ്യൂസുകൾ, ചോക്ലേറ്റ്സ്, നട്ട്സ്, നല്ല നാടൻ ഇലയിൽ വിവിധ ഇനം കറികളോടെ വെജിറ്റബിൾ മീൽസ്, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, മട്ടൻ വിന്താലു, മട്ടൻ മന്തി, ബീഫ് മന്തി, ചിക്കൻ മന്തി, ചിക്കൻ ഷവർമ, ബീഫ് ഷവർമ, മെക്സിക്കൻ പെരി പെരി ഷവർമ, വിവിധ ഇനം ഷേക്കുകൾ, കുഴിമന്തി, അൽഫാം മന്തി, തവ മന്തി, ബിരിയാണി, കപ്സ എന്നിങ്ങനെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ്. കൂടാതെ കുട്ടികൾക്ക് കളിക്കുവാൻ ചിൽഡ്രൻസ് പാർക്ക് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇന്ന് തന്നെ സന്ദർശിക്കൂ അൽ ബുസ്താൻ ബേക്കറി ആൻഡ് റെസ്റ്റോറന്റ്, അഷ്ടമിച്ചിറ, മാള. ഫോൺ നമ്പർ 0480299910. മറ്റൊരു നമ്പർ 7736203452.